ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ള എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണത്, വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അവനെ കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഐ ഹാവ് ടു ഡു ദിസ്. ബട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അഖിലൻ ആർഡിയുടെ ഉറ്റ സുഹൃത്താണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ്. ഓക്കെ, പക്ഷേ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അരിയണ്ണൻ എന്നാണ് ആളുകൾ പോലും അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അരിയണ്ണന് വീഡിയോ ഇടാതെ വേറെ നിവൃത്തിയില്ല, കാരണം അരിയണ്ണൻ അരി വാങ്ങണമല്ലോ. അപ്പോൾ അരിയണ്ണന് വീഡിയോ ഇടാതെ വേറെ നിവൃത്തിയില്ല. സോ അരിയണ്ണൻ വീഡിയോ ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണ ചെയ്ത ഒരു രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സീക്രട്ട് ഏജന്റ് ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം പുള്ളി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അവൻ എൻ്റെ സുഹൃത്താണ്, ഞാൻ അവനെ ഫോണിൽ വിളിച്ച് അവനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഞാൻ തന്നെ അവനോട് പറഞ്ഞു, എടാ ഇത് ഞാനും ഈ ടൈപ്പ് വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്യാതെ നിവൃത്തിയില്ല, എനിക്കും ചെയ്തേ പറ്റൂ, എനിക്ക് നല്ല പുഷുണ്ട് ആളുകളിൽ നിന്നും. ഓക്കെ, എന്താണ് ശരിക്കും എന്തോ ഒരു, അതായത് ആകെ പൊളിഞ്ഞിരിക്കുന്ന അഖിലിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഇതുപോലത്തെ വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഓക്കെ, അപ്പോൾ സീക്രട്ട് വീഡിയോയിൽ ഒരുപാട് നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, പറയുന്നുണ്ട്. പക്ഷെ ഇത് അളിയൻ്റെ വായിന്ന് അറിയാതെ വീണു പോയതാവാം. ഞാൻ അവനെ വിളിച്ചിരുന്നു, എൻ്റെ വായിൽ ഞാൻ അവനോട് പറഞ്ഞു എനിക്കും ഇതുപോലെ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം റീച്ച് വേണമല്ലോ, റീച്ച് മുഖ്യം. വീഡിയോ ഇട്ട ആളുകളൊക്കെ അണ്ണൻ കുറ്റം പറയുന്നുണ്ട്, എങ്കിലും അണ്ണന് റീച്ചാണ് മുഖ്യം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അണ്ണൻ ഒരു 20 മിനിറ്റ് വരുന്ന വീഡിയോ, ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ അല്ല, 20 മിനിറ്റ് വരുന്ന ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ട. കാരണം ലോങ് വീഡിയോ ഇട്ടാലേ റവന്യൂ കിട്ടും, എല്ലാം നമുക്കറിയാം. അപ്പോൾ ബാക്കി സീക്രട്ട് ആയിട്ട് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അഖിലിൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കണ്ടത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു. അതിൽ ആരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഏറ്റവും വലിയ വഞ്ചനയാണ് അവിഹിതം എന്ന കഴപ്പ് പിടിച്ച പരിപാടി, വഞ്ചിക്കപ്പെട്ടവൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒറ്റ നിമിഷം ചിന്തിച്ചു കാണും, എൻ്റെ കഴിവുകേട് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ, നാണക്കേട് വേറെ, ഹാർട്ട് ബ്രേക്ക് വേറെ, തൻ്റെ കൂടെ ലൈഫ് പങ്കിട്ട ആൾ മറ്റൊരാൾക്കൊപ്പം അതേസമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന മൈരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനമാണോ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കണ്ട സമയത്തും എനിക്കിത് ആരെക്കുറിച്ചാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ നമുക്ക് ഉണ്ടാവില്ലല്ലോ. ബട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഇന്ന വ്യക്തിയാണെന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ ഇട്ട സാധനങ്ങളാണ് ആകുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പോയപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് അഖിലൻ ആർഡി എന്ന് മനസ്സിലാവുന്നു ഇന്നലെ തന്നെ. പിന്നെ ലേറ്ററിനൊരു രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ലോഡ് വോയിസുകൾ, അത് ഈ അഖിലൻ ആർഡീൻ്റെ വീടിനടുത്തുനിന്നുള്ള പയ്യന്മാരാന്നൊക്കെ പറഞ്ഞ കുറേ വോയിസുകളാണ് എനിക്ക് കിട്ടിയത്. ആ വോയിസും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിന് തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ, അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ചാൽ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ തനി ഗുണം ഇതാണ്. അതായത് ഒരുത്തൻ ഹാർഡ് വർക്ക് ചെയ്ത് രക്ഷപ്പെട്ട് നല്ല ലെവലിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു പതനം കിട്ടാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഒരു വീഴ്ച കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ മോനെ അവർ ഇനി ഏതറ്റം വരെ പാമോ ആ അറ്റം വരെ പോയി അവനെ നാണം കെടുത്തി നാമവിശേഷമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കെ, ഇതേ സീക്രട്ട് ആയിട്ട് പറയുന്നുണ്ട്, അഖിലനായുടെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യന്മാരടക്കം കിടന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാൾക്ക് വലിയ ഹെഡ് വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആ വ്യക്തി നമ്മൾ സ്നേഹിക്കും. ഓക്കെ, ആ വ്യക്തികൾ നമുക്ക് വലിയ കാര്യമായിരിക്കും. അഖിലനാടി പൊതുവെ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു പയ്യനാണ്, നല്ല ക്യാരക്ടറുള്ള ഒരു പയ്യനാണ്, ഒരു പാവം പിടിച്ച പയ്യനാണ്. പക്ഷേ ഇതുപോലെ വേറെ കൃമികൾ എല്ലാ നാട്ടിലും കാണാം. ഓക്കെ, ഇതുപോലെ മെസ്സേജ് അയച്ച് അഖിലനാടിയുടെ ഭാര്യ വിളിച്ചോടി കേട്ടോ, സായി കൃഷ്ണ, സായി ചേട്ടാ വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന കുറെ കൃമി കീടങ്ങൾ കാണാം. ആ കീടങ്ങളായിരിക്കും ഈ കിടന്ന് അയക്കുന്നത്. ബാക്കിയാണ് ഇവരൊക്കെ പബ്ലിക്കിലുള്ള സെലിബ്രിറ്റി ഫേസുള്ള മുഖങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മുഖങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ട് ഈവൻ കമൻറ്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയങ്ങളിൽ. അപ്പോൾ ഈ ഒരു അഖിലൻ ആർഡി എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണലി അറിയുന്ന അഖിലൻ ആർഡിയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെന്ന് പറയുമ്പോൾ
കുറേയൊക്കെ ഇൻസെക്യൂരിറ്റി ഉള്ള വലിയൊരു ക്രൗഡിലേക്ക് വരാൻ കുറച്ച് മടിയുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് അഖിൽ എൻആർഡിയുടെ. എനിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടർ. അവൻ അത്ര ലൗഡല്ല, ആൾ ഭയങ്കര സട്ടിലാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മേ ബി നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോലെ വന്ന് എക്സ്പ്രസീവ് ആവണമെന്നില്ല, അല്ലെങ്കിൽ വന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണം എന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവർ ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരോട് സംസാരിച്ച സമയത്ത് മീൻസ് ഓക്കെ, ബട്ട് ഉണ്ടാവില്ലോ ഒരു മനുഷ്യനുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെ എടുത്ത് പുറത്തിടുന്നു. ആ CCTV ഫുട്ടേജ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൾ പോയി, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം അവൾ പോയി. ഇതിലൊരു ബ്ലെയിം ഗെയിമിൻ്റെ സൈഡ് വരുന്നുണ്ട്. അതായത് അഖിൽ എൻആർഡിയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ എൻആർഡിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അഖിൽ എൻആർഡിന് എന്തോ വിഷയമാണ്. ഈ പോലീസ് സ്റ്റേഷനകത്ത് ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അഖിലിന് വേറൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വരുന്നു. കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ ലൈക്ക് എന്താ പറയുക, വേറെ ഒരാളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്കതൊരു ഭയങ്കര ഹരമാണ് തോന്നുന്നു. കുറേയധികം കമൻറ്റുകളുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ആ കമൻറ്റുകൾ വെക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വെക്കുന്നില്ല. ഇട്ടവന്മാരിട്ട് ഞാനായിട്ട് ഇനി അതെടുത്ത് വെക്കുന്നില്ല. അതിൽ അഖിലിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സൈഡുണ്ട്, അതിൽ പറയുന്ന വൾഗാരിറ്റിയുടെ ലെവലുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്തവൻ, എങ്ങനെ ബ്രോ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ ഒരാളുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കില്ല. ആൻഡ് ദേ സീംസ് ടു ബി എ വെരി ഹാപ്പി കപ്പിൾ. ഓക്കെ, ഈവൻ അഖിലാണെങ്കിലും പല ഇൻ്റർവ്യൂസിലും പല സിറ്റുവേഷൻസിലും വൈഫിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചും പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടില് പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ടത്തില് മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ഒരു സോഷ്യൽ മീഡിയ സ്പേസിലും അഖിൽ ഇന്നേ വരെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാതിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈവൻ ആ കുട്ടിയാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും അഖിലിൻ്റെ കൂടെ ഇപ്പോൾ മൂവി ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും ആളുകൾ മീഡിയ ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവരും ഒരു പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് കണ്ടതും ഫീൽ ചെയ്തതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരാണ്. റിയൽ ലൈഫിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഓഡിറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഓബിയസ്ലി അഖിലിൻ്റേതായുള്ളൊരു സൈഡ് ഉണ്ട്. ബട്ട് ആ അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് അഖിലിനോടുള്ള റെസ്പെക്റ്റ് എനിക്ക് വരെ കൂടുതലാണ്. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവനെ ഇവിടെ കുഴപ്പമില്ല, വീട് സീനൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ അറിയാലോ, അതുകൊണ്ടായിരിക്കും അരിയണ്ണൻ ഇതുപോലൊരു വീഡിയോ തന്നെ ചെയ്തത്. അതായത് ആ പെങ്കൊച്ച് പോകുന്ന CCTV ഫുട്ടേജ് വരെ അരിയണ്ണൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം. ഓക്കെ, ഒരു മഹാമനസ്കനാണ് അരിയണ്ണൻ. അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എങ്കിലും അവനെതിരെ അല്ല, അവന്റെ വൈഫ് പോയതിന്റെ ഒരു വീഡിയോ ഇടുകയും അരിയണ്ണന് വേണം. ഇറ്റ് കംസ് ഇറ്റ് ഗോസ്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും, ബട്ട് യു ഹാവ് ടു ബി എന്താ പറയുക, നീ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനെടുക്കുന്നൊരു സെൻസ് ഉണ്ട്. അളിയ സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ, ബട്ട് അവളെ ആരും ഒന്നും പറയരുത്. ബിക്കോസ് അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അവൾക്കത് റൈറ്റായിട്ട് തോന്നിയ ആ സിറ്റുവേഷനിൽ അവൾ ചെയ്തു. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെ എങ്കിൽ പോലും 10 ആൾ കുറ്റം പറയുന്നോ ചീത്ത പറയുന്നതോ എനിക്ക് അങ്ങനെ കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയ്ക്കൊന്നും വരുന്നില്ല കുറച്ച് ടൈമിന്. സംഭവിച്ചു, ഐ വിൽ റിക്കവർ. ഞാൻ തിരിച്ചു വരും.
പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു എൻഡല്ലല്ലോ, ഒന്നും ഒരു എൻഡല്ല, ഒക്കെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. ലൈഫാണ്, ടേക്ക് അനദർ ഓപ്ഷൻ, അടുത്തൊരു ചോയ്സ്, അടുത്തൊരു ഓപ്ഷൻ എടുക്കുക, മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇതെന്താ പറയുക, ഇത് പറയുമ്പോൾ ചിലർക്ക് ഫീൽ ആവും. ബട്ട് ഞാൻ പറയുന്നത് ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ താല്പര്യമാണ് ആരൊപ്പം പോകണ്ട എന്നുള്ളത്. പലരും ഈ ബസ് കണ്ടക്ടറുടെ കൂടെ പോയത് എന്തിനാ, അഖിലൻ ആർഡീൻ്റെ മറ്റത് മറിച്ച്. പക്ഷേ ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറെയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അയാളുടെ ലുക്സ് വെച്ച്, അയാളുടെ ഫോട്ടോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് അയാളെ തള്ളിപ്പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇനിയിപ്പോൾ അയാൾക്ക് അറിയുമോ തന്നെ നമുക്കറിയില്ല, ഇത് അഖിലൻ ആർഡിയുടെ ഭാര്യ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അവർ രണ്ടുപേരും തമ്മിൽ, ആ അഖിലൻ ആർഡിയുടെ ഈ മേഘ എന്ന് പറഞ്ഞ കുട്ടി കണ്ടക്ടറും തമ്മിൽ ലൈക്ക് റിലേഷൻ എങ്ങനെയായേ, എത്ര ഡെപ്തിലാണ് അത് പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് അവിടെയും പ്രശ്നം എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ, ഇതൊരു ബ്ലെയിം അല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു റിയൽ മെച്യൂർ തിങ് മനസ്സിലാക്കേണ്ടത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മൾ എന്താണെങ്കിലും ഈ റിലേഷൻ കട്ട് ചെയ്യുകയാണ്, ഒരു റിലേഷൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ നിയമപരമായിട്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വീട്ടുകാരോട് സംസാരിക്കുക, ഓക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിന് ഏറ്റവും മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു റിലേഷൻ ബന്ധത്തിന് പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു പോകുന്നുള്ള റിലേഷനോ നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് നമുക്ക് വീണ്ടും അത് ഡൈജസ്റ്റ് ആവും. എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനത്തെ ഒരു ടോക്സിസിറ്റി ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ, ശരിക്കും അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതായത് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ ഓടിപ്പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്. ഓക്കെ, അതൊന്നും ഇല്ലാത്തൊരിടത്ത് മറ്റൊരാളോട് ഇഷ്ടം തോന്നിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, വക്കീലുണ്ട്, പോലീസുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. സോ അവരുടെയൊക്കെ സഹായം ഒന്ന് തേടാവുന്നതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പോയത് ഭയങ്കര മോശമായിപ്പോയി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ഞാനിവിടെ ചോദിക്കുന്ന ഇതാണ്, ശരിക്കും സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണ ചെയ്ത ഈ ഒരു രീതിയോട്, ഈ ഒരു പ്രവൃത്തിയോട് പ്രേക്ഷകരായ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? സീക്രട്ട് ഏജന്റ് ചെയ്ത ഈ ഒരു രീതി, സീക്രട്ട് ഏജന്റ് അവനെ വിളിച്ചു, അഖിലിനെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, അവനെ കൂളാക്കി. പക്ഷേ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്യുമെന്ന് അവനോട് അങ്ങോട്ട് പറഞ്ഞു. ഇതിനോട് നിങ്ങളുടെ യോജിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ.